സ്വാഗതം. ഇനിയിപ്പോൾ എന്നാൽ ഞാനിവിടെ കാണിക്കാൻ വന്നിട്ട് ഇവിടെ കുറച്ച് കൈപ്പൊക്ക പാവക്ക കണ്ടില്ലേ. അതായത് ഇതെന്താ കൊടുത്തു ഇത് ഞാൻ മുറിച്ചിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെന്താ വേണ്ട വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് എന്നാ ഇപ്പോൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഞാനിപ്പോൾ കൊണ്ടാട്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ട ഇതേപോലെ ചെറുങ്ങനെ വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇത്ര പൊരിണ്ട്. ഇതിലെന്തെല്ലാം ചേർത്തിട്ട് ഇതെന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പ്, മഞ്ഞൾ എല്ലാം കൂടിയിട്ട് തിളപ്പിച്ചിട്ട് ഇവിടെ വെള്ളം കൊണ്ടിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും എല്ലാം ഇട്ടിട്ട് ഉപ്പും മഞ്ഞളും എല്ലാം ഇട്ടിട്ട് കൊണ്ടുവച്ച വെള്ളം ഇത് കണ്ടില്ലേ. ഇതേപോലെ അടച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടുവെള്ളത്തിൽ ഇത് കഴുകിയിട്ടിട്ട് കൊണ്ടുവച്ചാന്ന് ഇതിൻ്റെ അകത്ത് ഇത് ഒഴിച്ച് വെച്ചിട്ട് ഇത് കുറേ സമയം കൂടി ഒഴിച്ച് വെക്കുക. ഇത് കുറച്ച് തണിയുന്നവരെ ഉപ്പ് കുടിക്കുന്നവരെ കുറച്ച് സമയം കൂടി ഒഴിച്ച് വെച്ചിട്ട് നമ്മളിത് ഊറ്റിയിട്ട് വെയിലിനിട്ടിട്ട് ഉണക്കുക ചെയ്യാം. ഇപ്പം കണ്ടില്ലേ ഇതേപോലെ കണ്ടല്ലോ. ഇതുപോലെ ഞാൻ ഇവിടെ വെയിലിനിട്ടിട്ട് ഇവിടെ ഇട്ട് വെക്കും. ഇവിടെ അടച്ചു വെക്കാം. ഇത് തണിയിട്ടാകുമ്പോൾ ഇനി കുറച്ച് അത് അധികം വെന്തും പോവില്ല. ലേശം ചൂടായാലും നമ്മൾ പൊരിച്ചലിന് വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ കടിച്ച് പൊട്ടിക്കുമ്പോൾ ഉണ്ടാവും. ഇനിയിപ്പം എന്ന് വെച്ചാൽ കുറച്ച് തക്കാളീൻ്റെ വിളവെടുപ്പുണ്ട്. തക്കാളിയും മുളകിൻ്റെയും വിളവെടുപ്പുണ്ട്. അതൊന്നും നിങ്ങളൊന്ന് കാണിച്ചു തരാമല്ലോ. നല്ല പഴുത്തിട്ടുണ്ട് ഇവിടെ. അതൊന്നും നിങ്ങളൊന്ന് കാണിച്ചു തരാമല്ലോ. അതും കൂടി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഇപ്പം കണ്ടേ ബാക്കിയെല്ലാം ഞാൻ പറിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാനിപ്പോൾ തക്കാളി പറിക്കാനാണ് പോകുന്നത്. ആ തക്കാളി ഒന്ന് നിങ്ങൾക്ക് പറിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടല്ലോ, തക്കാളി ഞാനൊന്ന് തക്കാളി പറിച്ച് കാണിച്ചു തരാം. കണ്ടോ മയിൽ വന്ന് കൊത്തിയിട്ടിട്ടുണ്ടോ. തക്കാളി കൊത്തിയിട്ടിട്ട് മയിൽ വന്നിട്ട് കൊത്തിയിട്ടിട്ടുണ്ടോ. ഇതാണ് ഞാനിപ്പോൾ പറിച്ചു തരാം. അതുകൊണ്ട് ഒരുപാട് തക്കാളി കൊത്തി ചാടി കിട്ടും മയിൽ വന്നിട്ട്. പഴുത്തതെല്ലാം ഇത് കണ്ടില്ലേ. ഇതാണ് ഈ തക്കാളിയും കൂടി നിങ്ങൾക്ക് പറിച്ചിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. കണ്ട അതേച്ചും മയിൽ വന്ന് കൊത്തിയിട്ടിട്ട് നഷ്ടപ്പെടുത്തിയിട്ടു. ഉണ്ടോ. ഇതിപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കൊണ്ടൊക്കൊന്നല്ലാണ്ട് ഇങ്ങനെ വന്ന് ഓരോന്നും വന്നിട്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അതാണ് നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടിട്ട് എല്ലാം കൂടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വരുമ്പോഴേക്കും വായിലിടാൻ നമ്മളേക്ക് അവരെ എല്ലാവരും വന്ന് നശിപ്പിച്ച് കളിയാം. ഇതാണ് നമ്മളെ കഷ്ടപ്പാട്. കഷ്ടപ്പെട്ടുള്ളതെന്നല്ലാണ്ട് ഇത് കിട്ടാൻ നമ്മൾക്ക് പലതും നാശാണ് ചെയ്യുന്നത്. ഉണ്ടല്ലേ. ഇതുപോലെ ഉണ്ടോ. ഉണ്ടല്ലേ. ഇത് ഇതിലേക്ക് കൂടി ഇങ്ങനെ കുറച്ചിട്ട് ഭരിക്കാൻ അത്രേ ഉള്ളൂ. ആയില്ല. ആദ്യം ഉണ്ടായതാണ്. ഞാൻ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പച്ച മൂത്ത് നോക്കി പറിച്ചിട്ട് കറി വെക്കും. പിന്നെ ഇതിവിടെ വെച്ചാൽ ഇതന്നെ ഇതേപോലെ മയിൽ വന്നിട്ട് കൊത്തുക. മയിൽ വന്നിട്ട് മേലെ രാവിലെ എണീക്കുമ്പോൾ മേലെ ഉണ്ടാവും വാർപ്പിൻ്റെ മേലെ ചടപട കേൾക്കുന്നത്. ഇപ്പം കണ്ടില്ലേ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നമ്മൾ കണ്ടല്ലോ നിങ്ങൾ. ഇതെല്ലാം ആവാണ്ട് പൊക്കിയിട്ട് ഇത് പറിച്ച് വെച്ചാലും പൊക്കും. കണ്ടില്ലേ. ഇതേപോലെ നമുക്ക് ഇതിങ്ങനെ കാണുമ്പം നല്ലൊരു ഭംഗിയല്ലേ. നമ്മൾ പറിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ സാധനം നമ്മൾ തന്നെ പറിക്കുക, നല്ലൊരു വിളവെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇതാണ് എനിക്ക് വരുന്ന സന്തോഷം. എന്താ വെച്ചാൽ ഇനി എന്ത് കയ്യിലാന്ന് വെച്ചാലും ഞാൻ ഈ സന്തോഷപ്പെടുന്ന എന്തുകൊണ്ടാ വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളത് വിളവെടുക്കാനും എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എനർജിയാണ് കിട്ടുന്നത്. അതാണ് ഇത് കണ്ടില്ലേ. തക്കാളി ഇത്ര കിട്ടിയിട്ടുള്ളൂ. ഇനി ബാക്കി നമുക്ക് മുളക് പരിക്കാനുണ്ട്. അത് പരിക്കട്ടെ. മുളക് പരിക്കാനുണ്ട്. ഇതും കൂടി പറിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ. ഇപ്പോൾ പഴുത്ത് തുടങ്ങിയതാണ്. ഇത് പഴുത്തത് പറിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പഴുത്ത് വെച്ചാൽ കാക്ക വെച്ചക്കില്ല. കാക്ക വന്ന് പറിച്ച് ചാടിയിട്ട് പോകും. അതുകൊണ്ട് പഴുക്കുന്നേനെ പറിക്കണം. പറിച്ചിട്ടില്ലെങ്കിൽ കാക്ക വെച്ചക്കില്ല. കാക്ക കൊത്തിപ്പറിച്ചിട്ട് കളി. കാക്ക വന്നിട്ട് കളി. ഇപ്പം അതിനെ നമ്മൾ പറിച്ചിട്ട് കൊണ്ടുവച്ചിട്ട് ഉണക്കി വെച്ചേക്കണം. നല്ല വലിയ മുളകാണ്. അടുത്ത് നല്ലോണം വള്ളം വെച്ചിന്. നല്ലപോലെ വള്ളം വെച്ച് മുളകാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കരിമ്പൊക്കെ പഴുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നല്ലപോലെ പഴുക്കാൻ തുടങ്ങും. ഇപ്പോൾ പഴുത്ത് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് വേണം കയ്യാനാകുമ്പം വേണം
നമ്മൾ കുറച്ചൊരു ഇതിനൊരു വളം കൊടുത്തേ. ആ വളം കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രണ്ടാമത് ഉള്ളത് ഇതുപോലെ നല്ലപോലെ തേത്ത് പൂത്ത് കായ് ഉണ്ടായിട്ട് വരും. ഇതിപ്പോൾ ഇത്ര പോരെ കിട്ടിയിട്ടുണ്ട്. തക്കാളി ഇതും കിട്ടിയിട്ടുണ്ട്. തക്കാളി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റേതൊന്നും ഇപ്പം പറിക്കുന്നില്ല. മറ്റേത് ഇന്നലെ പറിച്ചതാണ്. അത് പറിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ പറിക്കാനുണ്ടോയെന്ന് അറിയില്ല. ഞാനൊന്ന് നോക്കാം. അതായിരുന്നാലും ഒന്ന് നോക്കിയിട്ട് വരാം. ഇത് ഞാനിവിടെ നിർത്തട്ടെ. ഈ കൊണ്ടാട്ടത്തിന് പൂരിക്കൊന്നും വേണ്ട. ഇത് വേണ്ടില്ല. ഈ കൊണ്ടാട്ടത്തിന് ഇനി ഉപ്പൊന്നും പിടിപ്പിക്കണം. ഈ കൊണ്ടാട്ടത്തിന് ഉപ്പൊന്നും പിടിപ്പിക്കണ്ട. കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഇത് എനിക്കെന്താ വേണ്ട വെച്ചാൽ ഇതിങ്ങനെ ഇതിപ്പോൾ കുറച്ച് നേരം പൊതിർത്തു. അതുകൊണ്ട് ലേശൊരു പേര് അല്ലെങ്കിൽ ഉണ്ടല്ലോ ലേശൊരു ഉറപ്പുണ്ടാവും നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടാഞ്ഞാൽ. ഇത് മഞ്ഞൾ ഇട്ട് എല്ലാം നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇത് തന്നെ ഉണക്കുകയേ വേണ്ടു. ഇതേപോലെ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഒരു 10 മിനിറ്റ് സമയം ഇട്ട് വെച്ചാൽ ഉപ്പും എല്ലാം പിടിക്കും. ഇനി ഉപ്പും മഞ്ഞളും എല്ലാം ഞാൻ മഞ്ഞൾ ഇട്ടില്ല. എന്നാലും വറക്കുമ്പോൾ നല്ലൊരു കാണാനൊരു ഭംഗിയുണ്ടാവും. അതുകൊണ്ടാണ്. മറ്റു മഞ്ഞളൊന്നും ഉള്ളില്ല. സാധാരണ വെറുങ്ങനെ കൊത്തിയിട്ട് ഉണക്കണം. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആകുമ്പം നല്ലൊരു ഇതാവുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇതില്ലേ ഇത് ഇനിയിപ്പോൾ നമ്മൾ വെയിലിട്ടിട്ട് ഇനി ഉണക്കുക കൊണ്ടിത്. ഇത് ഇത്ര പോരെ എനിക്ക് കിട്ടിയതാണ്. ഇനി ഇത് വെച്ചിട്ട് ബാക്കിയാണ്. ഏകദേശം വെച്ച് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഉണക്കി വെച്ചത്. നല്ല വണ്ണോളം കയ്പ്പൊക്കെയാണ് വേണ്ട. നല്ല കയ്പ്പൊക്കെയാണ്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നാളെ ഞാൻ വേറെ പുതിയ വീഡിയോയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.